ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന്. പഠനം, പരീക്ഷ, വിജയം. പലരും ഇന്നൊരു വലിയ കടമ്പയായിട്ട് എന്തോ ബാലികേറ മല പോലെ കരുതുന്ന, പ്രത്യേകിച്ച് ജീവിതത്തിൽ പല പരീക്ഷകളും പല ക്ലാസ്സുകളും വിജയിച്ചു വന്നവർ പോലും ബുദ്ധിപരമായി ഒത്തിരി വളർന്ന് കഴിയുമ്പോൾ പലപ്പോഴും വെറുതെ ഭയപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ പഠനം എങ്ങനെ എളുപ്പമാക്കാം, എങ്ങനെ വിജയകരമാക്കാം, എങ്ങനെ അനായാസമായി ഇതിനെ ഓവർകം ചെയ്യാം എന്നുള്ള ചില പോയിൻറ്റ്സാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇന്ന് IELTS, OET പരീക്ഷകൾ, അതുപോലെ MBBS ഒക്കെ വിദേശത്തൊക്കെ പോയി പാസ്സായി, പക്ഷേ അതിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട നമ്മുടെ നാട്ടിലുള്ളതും വിദേശത്ത് പോയി പഠിച്ചിട്ട് അവിടെ രജിസ്ട്രേഷനുള്ള പരീക്ഷകൾ, ഇങ്ങനെയുള്ള പല ഡിഗ്രികളും പ്രൊഫഷണൽ ഡിഗ്രികളും അതിൻ്റെ രജിസ്ട്രേഷൻ എക്സാമുകൾ അല്ലെങ്കിൽ പരീക്ഷ വിജയത്തിന് വേണ്ടിയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുന്ന, ഭയപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു തോൽവി ഉണ്ടായെന്ന് വെച്ച് അതോടെ എല്ലാം പോയി എന്ന് മനസ്സ് നിർവീര്യമായി കഴിയുന്ന പലരെയും കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഉപകരിക്കുന്ന ചില പോയിൻറ്റ്സും ചില സ്റ്റെപ്പുകളുമാണ് ഷെയർ ചെയ്യുന്നത്. പ്രാർത്ഥനയോടെ പഠിക്കുക. ഒന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രാർത്ഥന ഒരു ഒറ്റമൂലിയാണ്. നമുക്കറിയാം, ചില രോഗങ്ങൾക്കെല്ലാം പല ആശുപത്രികളിൽ പോയി പല ഡോക്ടർമാരെ കണ്ടു ഒത്തിരി മരുന്നുകൾ കഴിച്ചു, പക്ഷേ ഒരു ഫലവും കാണുന്നില്ല. അങ്ങനെ വരുമ്പോൾ ചില ഒറ്റമൂലി ഔഷധങ്ങൾ, ചികിത്സകൾ, ഒറ്റമൂലി മരുന്നുകൾ കഴിക്കുമ്പോൾ നിസ്സാരമായിട്ട് അത് മാറിപ്പോയി എന്ന് പറയുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥന ഒരു ഒറ്റമൂലിയാണ്. നല്ല ഓർമ്മശക്തി കിട്ടും, സന്തോഷവും സമാധാനവും കിട്ടും, ഏകാഗ്രത കിട്ടും. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള കഴിവ് പ്രാർത്ഥനയ്ക്കുണ്ട്. ഒറ്റ വാക്ക് ഉപയോഗിക്കുക: പ്രേയർ ഈസ് ഒമ്നിപൊട്ടൻറ്റ്. പ്രാർത്ഥന സർവവും പ്രദാനം ചെയ്യും. അതായത് നമ്മുടെ പ്രയാസം, നമ്മുടെ നിയോഗത്തിൻ്റെ മേൽ പൂർണ്ണമായ ആധിപത്യം ദൈവശക്തിക്ക് വിട്ടുകൊടുക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. അതുകൊണ്ട് സംശയിക്കാതെ, യാക്കോബ് 1:7-8 വചനങ്ങളിൽ പറയും, സംശയ മനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് പ്രാർത്ഥനയിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ഒന്നും കിട്ടുകയില്ല. അതായത് പ്രാർത്ഥനയിൽ നിന്ന് ഒന്നും കിട്ടുകയില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്ത് വേണം? സംശയ മനസ്ഥിതിയും ചഞ്ചല പ്രകൃതി, അല്പം പോലും മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകരുത്. അപ്പോൾ പറയും നമ്മൾ മനുഷ്യരല്ലേ എന്ന്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ വേരില്ലാത്ത വൃക്ഷം പോലെയാണ്. എത്ര വലുതായാലും ചെറുതായാലും പ്രാർത്ഥനയില്ലാത്ത മനുഷ്യൻ വേരില്ലാത്ത വൃക്ഷം കെട്ടുപോകുന്നത് പോലെ, ഉണങ്ങിപ്പോകുന്നത് പോലെ, മറിഞ്ഞു വീഴുന്നത് പോലെ ഇതാ എല്ലാ വിധത്തിലുള്ള തകർച്ചകളിലേക്കും കടന്നു പോകും. അപ്പോൾ താമര ഇലയിൽ നമുക്കറിയാം, ചേമ്പിൻ്റെ ഇലയിലൊക്കെ വെള്ളം തങ്ങി നിൽക്കാത്തതുപോലെ പ്രാർത്ഥന നിറഞ്ഞു കഴിഞ്ഞാൽ തിന്മ നിലനിൽക്കില്ല. അവിടെ ഭയത്തിന് സ്ഥാനമില്ല, വെറുപ്പിന് സ്ഥാനമില്ല, ടെൻഷന് സ്ഥാനമില്ല. അപ്പോൾ പ്രാർത്ഥനയുടെ ശക്തി കൂട്ടുക. പ്രേയർ ഈസ് ഒമ്നിപൊട്ടൻറ്റ്. പ്രാർത്ഥന എല്ലാം പ്രദാനം ചെയ്യും. മറ്റൊരു പോയിൻ്റാണ് തളരാതെ പരിശ്രമിക്കുക എന്നുള്ളത്. തളരാതെ പരിശ്രമിക്കുക. ഒഴുക്കിനെതിരെ നീന്താൻ നമുക്ക് എന്ത് വേണം? ഒരു മനസ്സ് വേണം. ഈ ടെൻസിങ് ഹിലാരിയൊക്കെ ഹിമാലയം കീഴടക്കിയവർ, അവർ കുഞ്ഞുനാളിൽ ഇങ്ങനെ പറയുമായിരുന്നത്, അല്ലയോ ഹിമാലയമേ, ഇന്ന് നീ എന്നെ തോൽപ്പിച്ചു, നാളെ ഞാൻ തിരിച്ചു വരും നിന്നെ തോൽപ്പിക്കുമെന്ന്. അതായത് നീ വളരുകയില്ല, ഞങ്ങൾ വളരുമെന്ന്. അങ്ങനെ തന്നെ ഉണ്ടായി. അവർ കാലാന്തരത്തിൽ ആ കുട്ടികൾ വളർന്ന് ഇതാ ഹിമാലയം കീഴടക്കി. അതിനു മുമ്പ് പലരും കീഴടക്കാൻ നോക്കിയിട്ട് കീഴടങ്ങിപ്പോന്ന, അല്ലെങ്കിൽ ജീവൻ പോലും നഷ്ടപ്പെട്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഇവർക്കറിയാം. അവരതിലോട്ടൊന്നും നോക്കിയില്ല. ആ ലക്ഷ്യം ഓരോ ദിവസവും ഓരോ നാളിലും അവർ ഹിമാലയത്തിൻ്റെ അവർ മനസ്സിൽ ബോധ്യം കൊടുത്ത് മനസ്സിനെ ശക്തിപ്പെടുത്തി വലുതായപ്പോൾ അവർ ഹിമാലയം കീഴടക്കി. അപ്പോൾ തളരാതെ പരിശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 1, 2, 3, 4, 5 തവണ, ഇവിടെ പലരും വരാറുണ്ട് 8 തവണയൊക്കെ പൊട്ടി, 8 പൊട്ടി എന്നൊക്കെ പറയുന്നത് പോലെ. ഇതാ
റോബർട്ട് ബ്രൂസ് എന്ന് പറഞ്ഞ രാജാവിൻ്റെ കഥ ഞാൻ മുൻപ് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. യുദ്ധത്തിൽ പരാജിതനായി രാജ്യമെല്ലാം നഷ്ടപ്പെട്ട് അനുയായികളെല്ലാം ചെതറി ഓടി ജീവനും കൊണ്ടൊരു ഗുഹയിൽ ഒളിച്ച ഈ മനുഷ്യൻ പുറത്തിറങ്ങിയാൽ ശത്രുക്കൾ കിട്ടുമ്പോൾ കൊന്നുകളയും. പക്ഷേ ഗുഹാമുഖത്ത് വല നെയ്യുന്ന ഒരു എട്ടുകാലിയെ ചിലന്തിയെ കണ്ടു. പൊട്ടിപ്പോയാലും ഈ ചിലന്തി വീണ്ടും വീണ്ടും പരിശ്രമിച്ച് വളരെ സമയവും ദിവസവും എടുത്ത് ഈ ചിലന്തി വല പൂർത്തീകരിക്കുകയാണ്. ഇത് അദ്ദേഹത്തിന് പ്രചോദനമായി. ഈ പ്രചോദനം സ്വീകരിച്ച് അദ്ദേഹം തന്ത്രപൂർവം ഇറങ്ങി തൻ്റെ അനുയായികളെല്ലാം ഒരുമിച്ച് കൂട്ടി ശത്രുക്കളെ കീഴടക്കി രാജ്യം തിരിച്ചു പിടിച്ച് വിജയം നേടിയ റോബർട്ട് ബ്രൂസ് രാജാവിൻ്റെ കഥ വായിച്ചിട്ടുള്ളത് ഓർക്കുകയാണ്. അത് വീണ്ടും ഷെയർ ചെയ്തതാണ്. ലൂയി ബ്രെയ്ലി എന്ന് പറഞ്ഞ വളരെ ചെറുതായിരിക്കുമ്പോൾ കുതിരച്ചമയങ്ങൾ ഉണ്ടാക്കുന്ന അച്ഛൻ എന്തോ ആവശ്യത്തിന് അപ്പുറത്തേക്ക് പോയ നേരത്തിന് ആ കൊത്തുപണി ചെയ്യുന്ന ഉള്ളിയെടുത്ത് ഈ കുട്ടി പണിതതാണ്. 1.5 വയസ്സോ എന്തോ പ്രായമുള്ള സമയത്താണ് തെന്നി ഈ ഉളി അതിൻ്റെ കണ്ണിലേക്ക് കയറി 2 കണ്ണിനും ഇൻഫെക്ഷൻ അടിച്ച് ആ മുറിവ് മൂലം കാഴ്ചശക്തി നഷ്ടപ്പെട്ട ലൂയി ബ്രെയ്ലി എന്നാൽ പഠിക്കണം, വളരണം, ലോകത്തിന് അത്താണിയായി തീരണം, ഈ ആഗ്രഹമാണ് അന്തർക്ക് അത്താണിയായിത്തീർന്ന ബ്രെയ്ലി ലിപി, കണ്ണ് കാണാത്തവർക്ക് വേണ്ടിയുള്ള ബ്രെയ്ലി ലിപിയുടെ ഉപജ്ഞാതാവായി അദ്ദേഹം തീർന്നു. തന്നെ പോലെ ഇതുപോലെ ഇരുട്ടിൽ തപ്പിത്തടയുന്ന അനേകം ജീവിതങ്ങൾക്ക് അക്ഷരദീപം തെളിക്കുവാനായിട്ട് ഈ ബ്രെയ്ലി ലിപി, അന്തർക്ക് വായിക്കുവാനുള്ള ഈ ബ്രെയ്ലി ലിപി പ്രദാനം ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വിപരീത അനുഭവങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ തോമസ് ആൽവ എഡിസൺ പരീക്ഷണശാല കത്തി അമർന്നു കഴിഞ്ഞപ്പോൾ ആ കത്തിയ ചാരത്തിൽ ചവിട്ടി നിന്നിട്ടാണ് അദ്ദേഹം ഫോണോഗ്രാഫ് കണ്ടുപിടിച്ചത്. പ്രശസ്തമായ പല കണ്ടുപിടുത്തങ്ങളും ഈ വലിയ തീപിടുത്തത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് നടത്താൻ സാധിച്ചതെന്നാണ് അദ്ദേഹത്തിൻ്റെ തോമസ് ആൽവ എഡിസൻ്റെ ചരിത്രം പറയുന്നത്. അത് വളരെയധികം പ്രായമായതിനു ശേഷവും. അപ്പോൾ മൂന്നാമത്തെ കാര്യമാണ് നമ്മുടെ കഴിവുകൾ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുക എന്നുള്ളത്. 10,000 കോടി ന്യൂറോൺസ് നമ്മുടെ തലച്ചോറിലുണ്ട്. അപ്പോൾ നമ്മൾ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. റാൽഫ് വാൽഡോ എമേഴ്സൺ അമേരിക്കൻ തത്വം പറയുന്നത് എങ്ങനെയാണ്, ഒരാൾ ദിവസം മുഴുവൻ എന്താണോ പറയുന്നത് അത് തന്നെ അയാളുടെ ജീവിതത്തിൽ സംഭവിക്കും. അപ്പോൾ ജയിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ നടക്കത്തില്ല, എനിക്കിത് പാടാണെന്ന് പറഞ്ഞാൽ തലച്ചോറ് സ്വീകരിക്കുന്നത് അത് തന്നെയായിരിക്കും. നമുക്കറിയാം, ഒരു പൊടിപ്പിക്കുന്ന യന്ത്രത്തിലേക്ക് ഗോതമ്പ് ഇട്ട് കൊടുത്താൽ പൊടിച്ചു വരുന്ന ഫ്ലവർ, ആ പൊടി ഗോതമ്പ് പൊടിയായിരിക്കും. മഞ്ഞൾ ഇട്ട് കൊടുത്താൽ മഞ്ഞൾപ്പൊടി ആയിരിക്കും, അരി ഇട്ട് കൊടുത്താൽ അരിപ്പൊടി ആയിരിക്കും. നമ്മുടെ ഉള്ളിലേക്ക് മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തലയിലേക്ക് കയറ്റിയാൽ, അല്ലെങ്കിൽ വേറെ ആളുകൾ തോറ്റുപോയി, എന്നേക്കാൾ ബുദ്ധിയുള്ളവർക്കും കഴിവുള്ളവർക്കും കിട്ടിയില്ല, ഇങ്ങനെ തെറ്റായ ബോധ്യങ്ങൾ തലച്ചോറിലോട്ട് ഒരിക്കലും കൊടുക്കരുത്. എനിക്കിത് സാധ്യമാണ്, എനിക്കെന്തായാലും സാധിക്കും, ദൈവം എന്നെ സഹായിക്കും, അങ്ങനൊരു ബോധം എപ്പോഴും തലച്ചോറിലേക്ക് കൊടുത്തുകൊണ്ടിരുന്നാൽ പോസിറ്റീവായിട്ടുള്ളത് പുറത്തേക്ക് വരും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ മൈക്കിൾ ആഞ്ചലോയുടെ കഥ വായിച്ചതോർക്കുകയാണ്. ഉപയോഗശൂന്യമായ ഒരു മാർബിൾ കഷ്ണത്തെ നോക്കി അദ്ദേഹം പറഞ്ഞു, ഇതിലൊരു മാലാക ഒളിഞ്ഞു കിടപ്പുന്നുണ്ടെന്ന്. ഏതാനും ദിവസം കഴിഞ്ഞ് മനോഹരമായ ഒരു മാലാകയെ അയാൾ അതിൽ നിന്ന് കൊത്തിയെടുത്തു. അപ്പോൾ കാഴ്ചയിൽ ഇത് ഒന്നിനും പറ്റത്തില്ല, വലിച്ചെറിഞ്ഞ് കളയാൻ കൊള്ളുന്ന ഒരു മാർബിൾ കഷ്ണം. പക്ഷേ അതിൽ നിന്ന് അയാൾ ഒരു മാലാകയുടെ രൂപം കണ്ടതുകൊണ്ടാണ് അത് കൊത്തിയെടുക്കുവാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് ഭാവനയിൽ കാണുക, സ്വപ്നം കാണുക, പ്രതീക്ഷകൾ വളർത്തുക, പരാജയങ്ങളും വീഴ്ചകളും തടസ്സങ്ങളും പലതും കടന്നു വന്നാലും അവോയ്ഡ് ചെയ്യേണ്ടതെല്ലാം അവോയ്ഡ് ചെയ്ത് വീണ്ടും മുന്നേറുക. അടുത്ത കാര്യമാണ് ബോധപൂർവം പഠിക്കുവാനായിട്ട് പരിശ്രമിക്കുക. ചിലർ പറയുന്നതാണ്, ഒരു മൂടുമില്ല, തിര ഒഴിഞ്ഞിട്ട് തോണി ഇറക്കാനായിട്ട് ശ്രമിക്കുമോ? ഒരിക്കലും പറ്റത്തില്ല. ആ തിരയുടെ ഇടക്കൂടെ ഏലയേലം പാടി അങ്ങ് ഇറക്കും. അപ്പോൾ മറ്റുള്ള നമ്മളെ പിന്തിരിപ്പിക്കുന്ന പല ശക്തികളും പല കാര്യങ്ങളും കടന്നു വരും. അപ്പോൾ അതിൻ്റെ പുറകെ പോകാതെ ഇതും ദേഷ്യവും അരിശവും വാശിയൊക്കെ മാറ്റിയിട്ട് എനിക്ക് ആവശ്യമുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കി ബോധപൂർവം നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ പഠനത്തെ സ്നേഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് IITs മാറി OIT ആക്കിയാലും, OIT മാറ്റി IITs ആക്കിയാലും, ഇനി അത് മാറ്റി വേറെ ആക്കിയാലും ഓടി ഒളിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ പറയും, നീ സന്തോഷത്തോടെ കുരിശ് വഹിച്ചാൽ കുരിശ് നിന്നെ അതിൻ്റെ ലക്ഷ്യത്തിൽ എത്തിക്കും. സന്തോഷത്തോടെ അല്ല
ഒറ്റയ്ക്കല്ല കുരിശ് വഹിക്കുന്നതെങ്കിൽ മറ്റനേകം കുരിശുകൾ നിന്നെ തേടി വരും. അത് പുറത്തു നിന്നല്ല, ചിലപ്പോൾ മൈഗ്രെയിൻ, തലവേദനയും കഴുത്തുവേദനയും അൾസർ, ഉള്ളിലൊതുക്കിയ ഡിപ്രഷൻ, അഡ്രിനാലിൻ ആവശ്യത്തിൽ കൂടുതൽ പ്രൊഡ്യൂസ് ആകും, പല പല ടെൻഷനും അസ്വസ്ഥയും രോഗവും തൈറോയ്ഡ് പ്രോബ്ലം, ഇങ്ങനെ വിഴുങ്ങിയ അവസ്ഥ, ഒത്തിരി അസ്വസ്ഥ, ശരീരം മുഴുവൻ വേദനകൾ ഓടിക്കളിക്കുന്ന അവസ്ഥ, ഇതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പഠനത്തെ ഒരു ഭാരമായിട്ട് കണക്കാക്കാതെ പഠനത്തെ നമ്മൾ സ്നേഹിക്കുക. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമുക്കറിയാം, അത് നമ്മളെ മുഷിപ്പിച്ച് കളയും. ഇങ്ങനെ ഇംഗ്ലീഷിൽ വായിച്ചത് ഓർക്കുകയാണ്, എ ഡൾ ജോബ് ഡൺ ഇൻ എ സ്ലാക്ക് മാനർ ഇറ്റ് ബിക്കംസ് വെരി ഡൾ, ഇഫ് യു ടേക്ക് സം ഇൻട്രസ്റ്റ് ടു ഡു ഇറ്റ് ഇറ്റ് ബിക്കംസ് വെരി ഈസി. നമ്മൾ മോശമാണ്, പാടാണെന്ന് ഏത് കാര്യവും വിചാരിച്ചുകൊണ്ടിരുന്നാൽ അത് ഭയങ്കര പാട് തന്നെ ആയിത്തീരും. ആരും നമ്മളെ സഹായിക്കാനും പറ്റത്തില്ല. അതേസമയം ഇഫ് യു ടേക്ക് സം ഇൻട്രസ്റ്റ് ടു ഡു ഇറ്റ്, നമ്മൾ ഇത്തിരി താല്പര്യം അതിന് കൊടുക്കുകയാണെങ്കിൽ എന്തായാലും നമ്മളത് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നമുക്കത് ആവശ്യമാണ്. അപ്പോൾ വെറുപ്പോടെ മടുപ്പോടെ ചെയ്യാതെ അത് താല്പര്യത്തോടെ ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് ഉയർച്ച കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അലസത എന്ന ആ ശവക്കുഴിയിലേക്ക് ഏറ്റവും അടുത്ത സുഹൃത്തിനോടെന്ന പോലെ നമ്മൾ പഠനത്തെ ഇഷ്ടപ്പെടുക. അലസതയെ നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കണം. മറ്റൊരു കാര്യമാണ് അടുക്കും ചിട്ടയുമുള്ള പഠനരീതി. അടുക്കും ചിട്ടയുമുള്ള പഠനരീതി ഉണ്ടാകണം. ഇങ്ങനെ വലിച്ചു വാരി തിന്നുമ്പോൾ എന്തോ ദഹനക്കേട് വരും. ഇതുപോലെ തന്നെയാണ് പഠനത്തിൻ്റെ കാര്യങ്ങൾ. ടൈം ടേബിൾ വേണം, ചിട്ട വേണം. പ്രഭാതത്തിൽ എഴുന്നേറ്റ് പഠിക്കുമ്പോൾ ഓർമ്മശക്തിയൊക്കെ തെളിഞ്ഞ് കിട്ടാനായിട്ട് സാധിക്കും. പിന്നെ ഒറ്റ ഇരിപ്പിന് തന്നെ വലിച്ചു വാരി തിന്നുന്നത് പോലെ ഒറ്റ ഇരിപ്പിന് തന്നെ എല്ലാം കൂടെ തലയിലോട്ട് കയറാനായിട്ട് ശ്രമിച്ചാൽ ഒരിക്കലും അത് സാധിക്കത്തില്ല. ടൈം ടേബിളൊക്കെ തയ്യാറാക്കി വെക്കണം. ഹോളിഡേ, മുടക്ക് ദിവസങ്ങളൊക്കെ ആണെങ്കിൽ അതിന് പറ്റുന്ന ടൈം ടേബിൾ വെക്കണം. അങ്ങനെ ചിട്ടയോടെ കുത്തിയിരുന്ന ഒരു വിഷയം തന്നെ എത്ര താല്പര്യമുള്ളതായാലും മണിക്കൂറുകൾ ഇരിക്കാൻ സാധിക്കത്തില്ല. ഒന്ന് എഴുന്നേറ്റ് നടക്കണം, ഒന്ന് മാറിപ്പോകണം, ഒന്ന് ഫ്രീ ആയി റിലാക്സ് ആയിട്ട് ഇത്തിരി വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെ വന്നിരിക്കാനായിട്ട് സാധിക്കണം. വരിഞ്ഞു മുറുകി ഒരിക്കലും ഇരിക്കരുത്. അടുത്ത ഒരു കാര്യമാണ് സൂക്ഷ്മമായ ഏകാഗ്രത എന്ന് പറയും. നമ്മൾ ഈ പെൻസിലൊക്കെ ഇല്ലേ, കൂർപ്പിക്കൂല്ലേ, നല്ല അത് കൂർപ്പിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ മുന്നേ ഇങ്ങനെ കൂർപ്പിച്ചെടുക്കും. അപ്പോഴാണ് നന്നായിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് വേണം? പഠനത്തിൽ ഏകാഗ്രത വേണം. ഇപ്പോൾ ഒരു വിഷയം പഠിക്കുമ്പോൾ ആ പഠിക്കുന്ന വിഷയത്തിൽ ഏകാഗ്രതയോടെ ഇരിക്കുവാനായിട്ട് സാധിക്കണം. ബൈബിളിൽ പ്രഭാഷകൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പലതിൻ്റെ പുറകെ പോയാൽ ഒന്നും പൂർത്തീകരിക്കുകയില്ല. നമുക്കിപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റ് പഠിക്കുന്ന വായിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു 10 മിനിറ്റ് മാത്രമേ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇത് നമ്മളെ വിജയത്തിൽ എത്തിക്കും. വിശുദ്ധ ഇസിദോറിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ ക്ലാസ് റൂമിൽ നിന്ന് പുറത്താക്കി, പഠിക്കാത്തതിൻ്റെ പേരിൽ പുറത്താക്കിയപ്പോൾ പുറത്തു പോയിരിക്കുമ്പോൾ അവിടെ പാറയിൽ വെള്ളം ഒഴുകിയിട്ട് പാറയിൽ വീണിരിക്കുന്ന തുള്ളികൾ, അതായത് അത് പാറ പൊടിച്ച് മണ്ണായിരിക്കുന്നത് ആ സുഷിരങ്ങൾ കണ്ടപ്പോഴാണ് താൻ മനസ്സ് വെച്ചാൽ പാറ പോലെ ഉറച്ച തൻ്റെ ആ ബുദ്ധിയെ ഇളക്കാനായിട്ട് സാധിക്കും, തനിക്ക് പഠിക്കാൻ സാധിക്കുമെന്നുള്ള ആ ലക്ഷ്യമുണ്ടാകുകയും അങ്ങനെ ആ ചിന്ത അദ്ദേഹത്തെ വിജയത്തിലെത്തിക്കുകയും ചെയ്തു. ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഉറച്ച തീരുമാനം. നമുക്കറിയാം, ഈ കുതിരയെ വെള്ളം കുടിക്കാൻ തടാകത്തിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ വെള്ളം കുടിക്കണമെന്ന് ആര് തീരുമാനിക്കണം? കുതിര തന്നെ തീരുമാനിച്ചാലേ കുടിച്ചാലേ പറ്റൂ. ഇതുപോലെ നമ്മൾ തന്നെ രക്ഷപ്പെടും, മാറും, പറ്റും, സാധിക്കും. മറ്റുള്ളവർക്ക് സാധിക്കുമെങ്കിൽ എനിക്കും സാധിക്കും. പക്ഷെ ആരുമായിട്ട് കമ്പയർ ചെയ്യരുത്. അവരുടെ ബുദ്ധിയല്ല നമ്മുടെ ബുദ്ധി, അവരുടെ അച്ഛനും അമ്മയല്ല നമ്മുടെ അച്ഛനും അമ്മയും. അപ്പോൾ മറ്റുള്ളവരാകാൻ നമ്മൾ ശ്രമിക്കാതെ ചിലപ്പോൾ നമുക്ക് കൂടുതൽ പരിശ്രമിക്കേണ്ടി വന്നേക്കാം, ചിലപ്പോൾ പരാജയങ്ങൾ ഉണ്ടായേക്കാം. വിജയം പോലെ തന്നെ പരാജയത്തെയും അംഗീകരിക്കുവാനായിട്ട് സാധിക്കണം. അപ്പോൾ IELTS അല്ല, OET അല്ല, IAS IPS ഏത് വേണമെങ്കിലും എഴുതിയെടുക്കാനായിട്ട് സാധിക്കുമോ? ഇങ്ങേർക്ക് പറയാൻ ഭയങ്കര എളുപ്പമാണ്. അങ്ങേർക്കൊന്ന് പറഞ്ഞാൽ മതി, നമ്മളാ പാടുപെടണമെന്ന് ചിലപ്പോൾ ഇപ്പോൾ മുഷിച്ചോടെ തോന്നിയാലും നാളെ നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് ചെയ്യാനായിട്ട് ഇടയാവും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം അതുപോലെയുള്ള പല റിപ്പോർട്ടും പല മെസ്സേജും
മെസ്സേജുകളും എനിക്ക് പലരും ഷെയർ ചെയ്യുന്നുണ്ട്. അവരോട് ഞാൻ പറയും, ഇത് അനേകർക്ക് പ്രയോജനം പെടട്ടെ. നിങ്ങൾ ആ വായിക്കുന്ന കേൾക്കുന്ന ആ മാറ്ററിൽ തന്നെ നിങ്ങൾ അവിടെ പോയി കമൻറ്റുകൾ ഇടുക. ചിലർ വാട്സാപ്പിലൊക്കെ കയറി വന്ന് ഇത്ര എളുപ്പമാണെന്ന് വിചാരിച്ചില്ല, ആ പ്രോഗ്രാം കണ്ടത് ഞങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്തു എന്ന് പറയുന്ന ഒരു പ്രവണത. അപ്പോൾ ഇങ്ങനെ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. പല പ്രശ്നങ്ങളും ഉറച്ച തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിയുമ്പോൾ ഒന്നിനും എന്നെ തോൽപ്പിക്കാനായിട്ട് കഴിയില്ല. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും കടന്നു വരാം. ജീവിതം വിജയപരാജയങ്ങൾ ചേർന്ന സമ്മിശ്രമാണ് അല്ലേ. അപ്പോൾ അതിന് നമ്മളെ തളർത്തുന്നത് അപ്പൻ്റെ മദ്യപാനമാകാം. ഞാൻ ഓർക്കുകയാണ്, ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളൊരു കുട്ടി, പക്ഷേ ഇപ്പോൾ അവളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പനിട്ട് അടിക്കാൻ ഓടിക്കുമായിരുന്നു, മദ്യവും കഞ്ചാവും എല്ലാം ഉപയോഗിക്കുന്ന. നീ ആരും ആകണ്ടടി എന്നും പറഞ്ഞിട്ട്, നീ കൊണ്ടുവന്നിട്ട് വേണ്ട ഇവിടെ എന്നും പറഞ്ഞു. ഇയാളോട്ട് കുടുംബവും നോക്കില്ല. പക്ഷേ ആ കുട്ടി ഇപ്പോൾ നല്ല ഉന്നത നിലയിലെത്തി. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് തന്നെ നല്ലൊരു വിവാഹബന്ധം കിട്ടി. അപ്പൻ്റെ മരണാവസ്ഥയിൽ രോഗിയായി ഒത്തിരി നാൾ ഇയാൾ കടന്നപ്പോൾ ഈ കുട്ടിയുടെ ആ മെഡിക്കൽ ബെനിഫിറ്റ് വഴിയുള്ള ചികിത്സകളൊക്കെ ചെയ്തു കൊടുക്കാൻ ഒരു വിരോധവും കാണിച്ചില്ല. എന്നെ പ്രാർത്ഥിക്കാനൊക്കെ കൊണ്ടുപോയതാണ്. നല്ല രീതിയിൽ നോക്കി അദ്ദേഹം മരണമടഞ്ഞു. ഇന്ന് ആ മകൾ സമ്പാദിച്ചൊരു വീടൊക്കെ വെച്ചു. നല്ല രീതിയിൽ പ്രായമായ അമ്മേനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. വിപരീത ഇതിൻ്റെ പിന്നാലെ പോകണ്ട. അതുപോലെ തന്നെ കടബാധ്യത ഒരു വലിയ കെണിയാണ്. ഇന്ന് ഒരുപാട് കുടുംബങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു കുടുംബ പ്രശ്നങ്ങൾ, ചില രോഗങ്ങൾ, അവയിലേക്കൊക്കെ നോക്കി നമ്മൾ മനസ്സ് തളർത്തി കളയണ്ട. വിൽമ റുഡോൾഫ് എന്ന കുട്ടി ഇതാ രോഗിയായി, പോളിയോ ബാധയായി. പക്ഷേ കഠിനമായ അമ്മയുടെ പ്രോത്സാഹനവും പരിശ്രമവും പ്രാർത്ഥനയും വഴി 1963 റോം ഒളിമ്പിക്സിൽ 3 സ്വർണ്ണ മെഡലുകൾ പിന്നീട് അങ്ങോട്ട് വെച്ചടി കയറ്റം. അപ്പോൾ പരിശ്രമവും പ്രാർത്ഥനയും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തും സാധിക്കും. അതുപോലെ സ്ഥിരോത്സാഹം വേണം. ആമയും മുയലിൻ്റെയും കഥ നമ്മൾ കേട്ടല്ലോ, ഓട്ടപ്പന്തയം നടത്തിയത്. വിജയം ലഭിക്കും വരെ എന്ത് ചെയ്യണം? സ്ഥിരോത്സാഹം വേണം. അമിത ആത്മവിശ്വാസം മൂലം മുയൽ പൊട്ടിപ്പോയി. നല്ല ഓട്ടക്കാരനാണ്, പക്ഷേ ആമ വിജയിച്ച കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതാ സ്ഥിരോത്സാഹം ഏത് കാര്യത്തിനും വളരെ അത്യാവശ്യമാണ്. ഇതൊക്കെ നമ്മിലുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കുക. അതുപോലെ ആത്മവിശ്വാസം എന്ന സൂര്യൻ നമ്മുടെ മനസ്സിൽ ഉദിച്ചാലാണ് ഭയമെന്ന കനത്ത അന്ധകാരം മാറും. അല്ലെങ്കിൽ കുഞ്ഞുനാളിൽ എന്തോ തെറ്റിപ്പോയപ്പോൾ നല്ല അടി കിട്ടി, അല്ലെങ്കിൽ ചില അധ്യാപകരോ മുതിർന്നവരോ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഇരട്ടപ്പേരുകൾ വെച്ചു കളിയാക്കി, അന്ന് തൊട്ട് ഞാൻ അങ്ങനെയാണ്, എനിക്ക് ഈ വിഷയം പാടാണ്, കണക്ക് കണ്ടുപിടിച്ചവനെ കണ്ടാൽ ഞാൻ അവനെ അടിച്ചോടിക്കും, അങ്ങനെയൊക്കെ നമ്മൾ പറയും. നമ്മളെപ്പോലത്തെ മനുഷ്യർ തന്നെയാണ് ഇത് പഠിച്ചതും എഴുതിയതും പഠിപ്പിക്കുന്നതും പഠിച്ചതും റാങ്ക് കിട്ടിയതുമെല്ലാം. ഞാൻ ഓർക്കുകയാണ്, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ വിഷയം എനിക്ക് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ഒരാൾ, പക്ഷേ ഇതാ ഒരു മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തു, പ്രാർത്ഥനയിലൂടെ തീരുമാനങ്ങൾ എടുത്തു, കമ്പ്യൂട്ടർ പഠിച്ചു. പക്ഷേ ഇന്ന് അദ്ദേഹം ഒരു കമ്പ്യൂട്ടർ അധ്യാപകൻ. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ സാധനം തനിക്ക് പറഞ്ഞിട്ടില്ല, തൻ്റെ ഇതിലില്ല, ജീവിതത്തിൽ അതിന് സ്ഥാനമില്ല എന്ന് പറഞ്ഞ ആൾ കമ്പ്യൂട്ടർ അധ്യാപകനായി തീർന്നു. അപ്പോൾ ശക്തമായ ആത്മവിശ്വാസം, കോൺഫിഡൻസ് ലെവൽ കൂടണം. വിൻസ്റ്റൺ ചർച്ചിൽ കണക്കെന്ന വിഷയത്തിൽ ഒരുപാട് പുറകിലായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം ആരായിത്തീർന്നെന്നറിയാമോ? ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയുമായി തീർന്നു. കണക്കിൽ പൊട്ടിയവനെ വല്ലതിനും കൊള്ളാമോ? കണക്കെന്ന് പറഞ്ഞാൽ ഓടി ഒളിക്കുന്ന വ്യക്തി ഇതാ ധനകാര്യമന്ത്രിയായി തീർന്നു. അവനെ തന്നെ ധനകാര്യമന്ത്രിയാക്കണമെന്ന് നമ്മൾ പറയും. ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയും പിന്നീട് പ്രധാനമന്ത്രിയുമായി തീർന്നു. അതുപോലെ ഒരു കാലത്ത് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് ബിൽ ഗേറ്റ്സ്. പക്ഷേ കമ്പ്യൂട്ടർ വ്യവസായ രംഗത്തെ മുടിചൂടാ മന്നനും സമ്പന്നരുടെ പ്രമുഖരുടെ പട്ടികയിൽ ഇടം നേടിയ വ്യക്തിയുമാണ്. ജീവിതത്തിൽ പല പരാജയങ്ങളെ അഭിമുഖീകരിച്ച ഒരു വ്യക്തിയാണ്. ഇതാ വിഷാദത്തിലൂടെ, വിഷമസന്ധികളിലൂടെ എല്ലാം കടന്നുപോയിട്ടുണ്ട്. വിദ്യാലയത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം തൻ്റെ ലക്ഷ്യങ്ങൾ നേടി. അതുപോലെ വിക്കനായിരുന്ന വ്യക്തിയാണ് ഡൊമസ്തനീസ്. പക്ഷേ ഗ്രീസിലെ വലിയ പ്രഭാഷകനായി അദ്ദേഹം മാറി. EMS നമ്പൂതിരിപ്പാടിനെ കുറിച്ച് നമുക്കറിയാം. ബഹുമാന്യനായ ആ വ്യക്തി വിക്കനായിരുന്നു. പക്ഷെ മണിക്കൂറുകൾ, ധാരാളം വായനാശീലവും അറിവും ഒക്കെ ഉണ്ടായതുകൊണ്ട് മണിക്കൂറുകൾ ഇടതടവില്ലാതെ വിക്കനായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ സാധിക്കുമായിരുന്നു. അദ്ദേഹത്തെ വെല്ലാൻ പറ്റിയ ഒരു പ്രസംഗകൻ പിന്നീട് അതുപോലെ ഉയർന്ന്
വന്നിട്ടില്ല. അതുപോലെ ഡേവിഡ് എന്ന് പറഞ്ഞ ആളുടെ ശരീരം തളർന്നു പോയ ആൾ ഹൈ ജമ്പിൽ ലോക ചാമ്പ്യനായി തീർന്നു. യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കപ്പോഴെങ്കിലും ഇതൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പിന്നെ മനസ്സിൽ അപ്പോൾ ശക്തമായ ആത്മവിശ്വാസം, എനിക്ക് സാധിക്കും എല്ലാ ദിവസവും പറയുക, ഞാനിതിൽ വിജയിക്കും, ഞാൻ പരിശ്രമിക്കും. അതിനു മുൻപ് തള്ളിക്കയറി വരുന്നത് ഒരുപാട് തവണ പരാജയപ്പെട്ടതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പരാജയ കഥകളൊക്കെ ആയിരിക്കും. അതെല്ലാം അവഗണിക്കുക. എനിക്കിത് സാധിക്കും, ദൈവം എന്നെ സഹായിക്കും, ഞാൻ പരീക്ഷയിൽ വിജയിക്കും, എനിക്ക് നല്ല മാർക്ക് കിട്ടും. അങ്ങനെ ഒന്ന് പറയാനായിട്ട് ശ്രമിച്ച്, പ്രത്യേകിച്ച് SSLC പരീക്ഷ, +1 +2 പരീക്ഷകൾ, ഡിഗ്രി പരീക്ഷകളൊക്കെ അടുത്ത് വരികയാണ്. ഈ ദിവസങ്ങളിൽ തന്നെ OET IELTS പരീക്ഷ എഴുതുന്ന ധാരാളം പേരുണ്ട്. അതുപോലെ മറ്റു കോഴ്സുകളും, ഏത് കോഴ്സായിരുന്നാലും നമ്മളെപ്പോലുള്ള മനുഷ്യരാണ് എഴുതിയതും പഠിച്ചതും പഠിപ്പിക്കുന്നതും പഠിച്ചു പോയതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും. അവർക്കൊക്കെ സാധിക്കുമെങ്കിൽ നമുക്കും ഇത് സാധിക്കുമെന്ന് നമ്മൾ മനസ്സിൽ പറയണം. അപ്പോൾ നമുക്കിതെല്ലാം സാധിക്കും. പിന്നെ എന്ത് വേണം? നല്ല ആഗ്രഹം വേണം, തീക്ഷ്ണമായ ആഗ്രഹം വേണം. ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് പറയും? അംബിഷൻ എന്ന് പറയും, ഗ്രേറ്റ് ഡിസയർ അല്ലേ? ഈ ബാങ്കിൽ നമ്മൾ ഡിപ്പോസിറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ? അതുപോലെ തന്നെ മനസ്സിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് പോലെ തന്നെ ബാങ്കിൽ പൈസ ഇട്ടാൽ ഇൻട്രസ്റ്റ് കിട്ടുന്ന പോലെ എന്ത് കിട്ടും? വിജയം കിട്ടും. ബാങ്കിൽ പൈസ ഇട്ടാൽ ഡെപ്പോസിറ്റും കിട്ടും, അതിൻ്റെ ഇൻട്രസ്റ്റും കിട്ടും, നമ്മൾ കൊടുത്തതും കിട്ടും, അതിൽ കൂടുതലും കിട്ടും. ഇതുപോലെ തന്നെയാണ് ഗ്രേറ്റ് ഡിസയർ അല്ലെങ്കിൽ അംബിഷൻ എന്ന് പറയും. അതിന് തുല്യമായിട്ട് വെക്കാനൊന്നുമില്ല. അത് അങ്ങനെ ഒരു ഡെഡിക്കേഷൻ നമുക്കുണ്ടെങ്കിൽ നമുക്ക് അതിന് തീർച്ചയായും മികവ് നേടാനും മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനും മാതൃകയാകാനും സാധിക്കും. താല്പര്യമില്ലാത്തൊരു ഭക്ഷണം നമ്മൾ കഴിച്ചാൽ എന്ത് സംഭവിക്കും? ദഹനക്കേട് പഠിക്കും. ഇതുപോലെ തന്നെയാണ് മൂഡില്ല, പഠിക്കാൻ മൂഡില്ല എന്നൊക്കെ പറഞ്ഞാലും, എന്തെല്ലാം കോച്ചിങ്ങിന് പോയാലും, ഏതെല്ലാം ട്യൂഷൻ കൊടുത്താലും, പിന്നെ അതിന് സമ്മാനമായിട്ട് എന്തെല്ലാം ഓഫറുകൾ ചെയ്താലും അയാൾക്ക് ഉറച്ചിരിക്കാനോ ഉറച്ചു പഠിക്കാനോ സാധിക്കത്തില്ല. പക്ഷേ തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ ഇതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, രക്ഷപ്പെടാൻ സാധിക്കും. ഞാൻ ഓർക്കുകയാണ്, PSC പരീക്ഷ പലതവണ എഴുതിയിട്ട് പരാജയപ്പെടാൻ ഒരു ഐഡിയ കിട്ടുന്നില്ല. അറിവും ബുദ്ധിയൊക്കെ ഉള്ള പഠിപ്പുള്ള വ്യക്തിയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഒരു കോച്ചിങ്ങിന് വിടുക എന്ന്. ആദ്യം മടി പറഞ്ഞെങ്കിലും പിന്നീട് കോച്ചിങ്ങിന് വിട്ടു. ഇതാ ഒറ്റത്തവണ കോച്ചിങ്ങിന് പോയി. ഇന്ന് നല്ല ഉന്നത നിലവാരത്തിൽ ഗവൺമെൻറ് ജോബിൽ കയറിപ്പറ്റി PSC വഴി പോസ്റ്റിംഗ് കിട്ടി ആ ജോലി എടുക്കുന്നു. ചിലർക്ക് ഒരു ഐഡിയ കിട്ടിയാൽ മതി. അപ്പോൾ അതിന് ഇങ്ങനെയുള്ള കോച്ചിങ്ങും ട്രെയിനിങ്ങും ക്ലാസ്സുകളൊക്കെ ഉണ്ട്, അതെല്ലാം നമ്മൾ എടുക്കുക. അതുപോലെ ഞാൻ ഓർക്കുകയാണ്, IELTS OET പരീക്ഷകൾ ഒരു കടമ്പ പോലെ ഇരിക്കുന്നവരുണ്ട്. നമുക്ക് ആരെങ്കിലോടൊക്കെ വാശിയൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലോട് വാശി വെച്ചുകൊണ്ട് നമ്മളൊന്നും ഈ ലോകത്തിൽ ചെയ്യരുത്. അത് നമ്മുടെ തന്നെ നാശത്തിന് കാരണമാവും. നമ്മളാകാനായിട്ട് ശ്രമിക്കുക. ഞാൻ കാണിച്ചു കൊടുക്കാം, എനിക്കൊന്ന് കിട്ടട്ടെ എന്നുള്ള ഒരു വാശിയല്ല വേണ്ടത്. ദൈവം എന്നെ സഹായിക്കും, എനിക്ക് നല്ല രീതിയിൽ എത്തിച്ചേരണം, ജീവിതത്തിൽ ഉയർച്ച വേണം, അങ്ങനെയുള്ള ആഗ്രഹം വേണം. ഞാൻ ഒരു ചെറുപ്പക്കാരൻ എന്നോട് ഒരിക്കൽ പറഞ്ഞു, ആദ്യത്തെ തവണ കഠിനാധ്വാനം ചെയ്ത് ഇയാൾ ഈ OET പരീക്ഷ എഴുതി, പക്ഷേ അത് ഒന്നിൽ തന്നെ മിട്ടാ പൊട്ടി എന്ന് പറഞ്ഞ അവസ്ഥ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനിനി എഴുതുന്നില്ല, കഠിനാധ്വാനം ചെയ്തതാണ്. നല്ല അറിവും ബുദ്ധിയുള്ള ഒത്തിരി രാജ്യങ്ങളിലൊക്കെ മുൻപ് സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ താൻ പരാജയത്തിൻ്റെ അവസ്ഥയില്ല, പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അടുത്തത് ചെയ്യുക. രണ്ടാമത്തത് എഴുതിയപ്പോൾ പുഷ്പം പോലെ ജയിച്ചു. ഇന്ന് വിദേശത്തുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊണ്ടുപോയി ഇപ്പോൾ PR ഒക്കെ കിട്ടി സന്തോഷത്തോടെ അവിടെ ജീവിക്കുകയാണ്. ഒരിക്കലും ഇനി എഴുതൂല, ഇനി ഒരിക്കലും കിട്ടൂല. ആദ്യം കിട്ടാതിരുന്നാൽ പിന്നെ രക്ഷയില്ല എന്നാണ് അർത്ഥം എന്ന് പറയുന്ന ചില അന്ധവിശ്വാസങ്ങളുണ്ട്. 3 തവണ ഇതായി, പക്ഷേ ഇനി ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള തലവിധിയാണ്. പണ്ട് മുതലേ എന്തിനു പോയാലും എനിക്ക് തടസ്സമാണ്, എനിക്കൊന്നും ജീവിതത്തിൽ ഇങ്ങനെ നല്ല കാര്യങ്ങൾ നടക്കത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തലയിൽ വെച്ചാൽ ആരാണ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരിക? നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ തടസ്സം. എനിക്ക് സാധിക്കില്ല, എനിക്ക് ശക്തിയില്ല, എൻ്റെ തലവിധിയാണ്, എൻ്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതും വെച്ചുകൊണ്ടിരുന്നു. പിന്നെ എന്തിനാണ് ഇന്ന് നോക്കുന്നത്? എത്ര പറഞ്ഞാലും ചിലരുടെ തലയിൽ കയറില്ല. വിഷമമുണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ. പക്ഷേ നിങ്ങൾ അന്വേഷിക്കുന്നത് ഒരു വിജയമല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങളിത് അനുഭാവപൂർവ്വം സ്വീകരിക്കുക. ആവശ്യമില്ലാത്ത ഈ ഉണക്കച്ചില്ലകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെട്ടിക്കളയുക. വെട്ടിയൊരുക്കുമ്പോൾ പുതിയ നാമ്പുകൾ വരും.
പോലെ നമ്മുടെ ജീവിതത്തിലെ ഈ വിജയപരാജയങ്ങൾ ഒരു വെട്ടിയൊരുക്കലായിട്ട് സ്വീകരിക്കുക. നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. കാരണം മറ്റനേകർക്ക് അതൊരു വഴി ആകും. അതുപോലെ നിങ്ങളെപ്പോലെ വിഷമിക്കുന്ന അവർക്ക് പലർക്കും ഷെയർ ചെയ്യുക. ആരുമാവട്ടെ, ഏത് മേഖലയിലും പരീക്ഷകളെ അഭിമുഖീകരിക്കുന്ന, പഠിക്കുന്ന, ജീവിതത്തിൽ വിജയം നേടാൻ ആഗ്രഹിക്കുന്ന അനേകർക്ക് ഇതൊരു മൈൽ സ്റ്റോണായി, അതുപോലെ ഒരു ചവിട്ടുപടിയായി, ഒരു മൂലക്കല്ലായി തീരും എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് നല്ലവണ്ണം പ്രാർത്ഥിച്ചിട്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ് കൈവിടുന്നത്, ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിർബന്ധപൂർവ്വം ഒന്നും പറയുന്നില്ല. ഒരു നല്ല സിനിമ നമ്മൾ കണ്ടാൽ നമ്മൾ അതിനെക്കുറിച്ച് ആരും പറയാതെ തന്നെ മറ്റുള്ളവരോട് പറയും. പക്ഷെ ഒരാളെ നമ്മൾ സിനിമ കാണാൻ ഒരാളെയോ 10 ആളെയോ വിട്ടെന്നും പറഞ്ഞാൽ അടുത്ത സിനിമയ്ക്ക് നമുക്ക് ടിക്കറ്റ് ഇളവുകളൊന്നും കിട്ടുന്നില്ല. പക്ഷേ നമുക്കൊരു സന്തോഷമാണ്, നല്ലൊരു കാര്യം കിട്ടിയപ്പോൾ അത് മറ്റുള്ളവർക്കും അറിയിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചുവെന്ന്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പ്രയോജനപ്രദമാണെങ്കിൽ നിങ്ങളെക്കാൾ പ്രയോജനമുള്ള ആവശ്യമുള്ള അനേകർ വരിഞ്ഞു മുറുകി ടെൻഷനിൽ കഴിയുന്നവരുണ്ട്. അവർക്ക് കൂടെ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു ഭാരമായിട്ട് ആരും എടുക്കണ്ട. അതുപോലെ എന്ത് വേണം, ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ ഒരു കാര്യം ഇതാണ്, ലക്ഷ്യബോധം വേണം. നമ്മൾ എന്തെല്ലാം ഒരുക്കങ്ങൾ എടുത്താലും, ഇപ്പോൾ ഒരു നായാട്ടിന് പോകുന്ന ഒരാൾ ഒരമ്പ് അല്ലെങ്കിൽ ഒരു ഗണ്ണുമായിട്ട് വരുമ്പോൾ എല്ലാ ഒരുക്കങ്ങളും ചെയ്താലും അയാളുടെ ലക്ഷ്യം കറക്റ്റാകുന്നില്ല എങ്കിൽ ആ ചെയ്തതെല്ലാം പാഴായി പോകും. അപ്പോൾ നമുക്കെന്ത് വേണം, നമുക്കൊരു ലക്ഷ്യബോധം വേണം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഒരു ഡയറിയിലോ ബുക്കിലോ പേപ്പറിലോ നമ്മുടെ ലക്ഷ്യം നമ്മൾ എഴുതി വെക്കുക. 1-ാം ക്ലാസ്സിലൊക്കെ വെച്ച് ചോദിക്കുമ്പോൾ പറയും ടീച്ചറാകണം, നേഴ്സാകണം, പോലീസാകണം എന്നൊക്കെ പറയും. പക്ഷേ ഒരു 12-ാം ക്ലാസ് 10-ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ ചോദിക്കുമ്പോൾ പറയും എന്താകണമെന്ന് അറിയില്ല, തീരുമാനിച്ചിട്ടില്ലെന്ന് പറയും. അതുപോരാ, ചിലപ്പോൾ അത് ആ ലക്ഷ്യം മാറിപ്പോയേക്കാം. കുഞ്ഞുനാളിലെ നിഷ്കളങ്കതയോടെ പറയും ഡോക്ടറാകണം, എൻജിനീയർ ആകണം, പോലീസാകണം, പള്ളിയിലച്ഛനാകണം, ഇങ്ങനെ പലതും പറയും. പക്ഷേ വലുതാകുമ്പോൾ ടെൻഷൻ മൂത്തിട്ട് എന്താകുമെന്ന് അറിയില്ലെന്ന അവസ്ഥ. അങ്ങനെ പോരാ, ഗോൾ സെറ്റ് ചെയ്യുക. ഞാൻ ഒരിക്കൽ 12-ാം ക്ലാസ് ആയ കുട്ടി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എൻ്റെ അടുക്കൽ വീട്ടിലിരുന്ന് കരച്ചിൽ അമ്മ കൊണ്ടുവന്നു. അവൾ ഇന്നൊരു ഡെൻ്റൽ ഡോക്ടറാണ്, BDS ഒക്കെ എഴുതി. എന്താകണമെന്ന് അറിയില്ല, ചോദിക്കുമ്പോൾ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു തീരുമാനമെടുക്കാനും അത് കണ്ടെത്താനും സാധിച്ചതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. അങ്ങനെ പല മേഖലകളിലും ഇതാ ഒരു കേന്ദ്ര ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി എങ്ങനെ നീങ്ങണം, എങ്ങനെ പരിശ്രമിക്കണം, ദ പവർ ഇൻ യു, ഡോക്ടർ ജോസഫ് മർഫിയുടെ ആത്മവിശ്വാസം വളർത്താനുള്ള പുസ്തകമൊക്കെ വായിച്ചിട്ടുള്ള പയ്യനാണ് പലതവണ. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ട് ബ്രദറെ, ഇതൊക്കെ ശരിയാവുമോ എന്ന് ചോദിച്ചു. പക്ഷേ നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. നിൻ്റെ പാതകൾ പ്രകാശമാവും. ജോബ് 22-29 28-29 വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇന്നൊരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാകും. നീ അതൊന്നും നോക്കണ്ട, നിനക്ക് കിട്ടും. എൻ്റെ വീടിൻ്റെ ചുറ്റുള്ളതിൽ നിന്ന് 6 കിലോമീറ്ററിൽ എനിക്ക് കിട്ടണം. അങ്ങനെ ഇപ്പോൾ ജോലിയെടുത്ത് കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇതുപോലെ പല ആൾക്കാരെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പോൾ നമുക്കൊരു യഥാർത്ഥമായ ലക്ഷ്യബോധം ഉണ്ടാകണം. ഈ ഗ്രേഡിൽ നിന്നും D ഗ്രേഡിൽ നിന്നും A ഗ്രേഡിലേക്ക് ഉയരുന്നതായിട്ടും ഇത് അത്ഭുതമാണ്, നിനക്കിത് കിട്ടി, ഭയങ്കര അത്ഭുതമായിപ്പോയി, ദൈവം നിന്നെ സഹായിച്ചു, അധ്യാപകർ അഭിനന്ദിക്കുന്നതായിട്ട്, കൂട്ടുകാർ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട്, നിനക്കിത് കിട്ടുമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ഇതൊരു അത്ഭുതകരമായിപ്പോയി, മിറാക്കിളായിപ്പോയി എന്ന് മറ്റുള്ളവർ പറയുന്നതായിട്ട് ഭാവനയിൽ കാണുക. അപ്പോൾ നമ്മുടെ ജീവിതം മാറി മറിയും, അത്ഭുതം നടക്കും. ഞാനൊരു വിജയമായി തീരും, മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ സാധിക്കും. അങ്ങനെ എൻ്റെ ജീവിതം വിജയിക്കും. ഈ ഇരുട്ടിൽ തന്നെ ഇരുന്നിട്ട് ഇരുട്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നുകിൽ ലൈറ്റ് ഇടുക, ജനലും വാതിലും തുറന്നിടുക. ഇതുപോലെ പരിശ്രമിക്കുക, മുന്നേറുക. ഈ നിമിഷം മുതൽ കർമ്മോത്സുകരാകുക, പ്രാർത്ഥിക്കുക. പഴയതെല്ലാം, വേസ്റ്റെല്ലാം, മാലിന്യമെല്ലാം വലിച്ചെറിയുക. നെഗറ്റീവ് ചിന്ത, നെഗറ്റീവ് എനർജി എല്ലാം പോകട്ടെ. ഫ്രഷ് ആകുക. എനിക്ക് സാധിക്കും. ഇന്നു മുതൽ ആരംഭിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം.